മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഒരു പ്രകൃതി ദുരന്തം മാത്രമായിരുന്നില്ല. അതൊരു ജനതയുടെ ഹൃദയം കീറിയ മഹാവിപത്തായിരുന്നു. ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ ശരീരഭാഗങ്ങൾ മനുഷ്യന്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്ത നിമിഷങ്ങളായിരുന്നു. എന്നാൽ ആ ദുരന്തത്തിന്റെ മറവിൽ കുറെ പിരിച്ചും അത് ആരും അറിയാതെ മുക്കിയും അതിലേറെ കൈയിട്ട് വാരിയിട്ടും മതിയാവാതെ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിയ സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്നവരാണ് കോൺഗ്രസുകാർ. അവർ അതിൽ നിന്നെല്ലാം രാഷ്ട്രീയ ലാഭം നേടിയെന്ന ആരോപണമാണ് ഇപ്പോൾ കടുത്ത വിവാദമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണം വൈകുന്നതിന് സർക്കാരാണ് ഉത്തരവാദി എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ആ വിഷയത്തിന് ആമുഖത്തിന്റെ ആവശ്യമുണ്ട് എന്നൊന്നും തോന്നുന്നില്ല. സർക്കാർ ആദ്യം ഭൂമി നൽകാമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം പിന്മാറിയതാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്നാണ് അദ്ദേഹം പടച്ചുവിട്ട പച്ചനുണ. ദുരിതബാധിതർക്കായി 100 വീടുകൾ നിർമ്മിക്കാമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നതായും സർക്കാർ ഭൂമി നൽകുമെന്ന വാഗ്ദാനത്തെ ആശ്രയിച്ചാണ് കോൺഗ്രസ് സ്വന്തമായി ഭൂമി കണ്ടെത്താൻ വൈകിയതെന്നുമാണ് സതീശൻ പറഞ്ഞത്. പിന്നീട് സർക്കാർ വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നേരിട്ട് ഭൂമി വാങ്ങുകയായിരുന്നുവെന്നും ആദ്യഘട്ടമായി 3.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്തതായും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതിനൊപ്പം ദുരന്തബാധിതർക്കായി പിരിച്ചെടുത്ത 1642 കോടി രൂപ സർക്കാർ കൈവശം വെച്ചിട്ടും അത് അർഹരായവർക്ക് നൽകുന്നില്ലെന്ന ഗുരുതര ആരോപണവും സതീശൻ ഉന്നയിച്ചു. പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്ക് പോലും പണം നൽകുന്നില്ലെന്നും പുനരധിവാസത്തിനായി ഒരു റോഡോ പാലമോ പണിയാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. കർണാടക സർക്കാർ 100 വീടിനുള്ള പണം നൽകിയതായും മുസ്ലിം ലീഗ് നിർമ്മിച്ച 52 വീടുകൾ പൂർത്തിയായതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ടി സിദ്ദിഖ് എം.എൽ.എയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുന്നത് സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാനാണെന്നും സതീശൻ ആരോപിച്ചു. എന്നാൽ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം മറ്റൊന്നാണ്. ദുരന്തത്തിന്റെ പേരിൽ പിടിച്ചെടുത്ത കണക്കുള്ള പണത്തിന്റെ ചെറിയ കണക്ക് പോലും അവതരിപ്പിക്കാതെ മുക്കിയവർ ആരാണ്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിച്ച വീടുകളുടെ പുരോഗതി ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങളോട് വിശദീകരണം നൽകേണ്ടത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ? ദുരന്തബാധിതരുടെ കണ്ണീരിൽ രാഷ്ട്രീയം കളിക്കുന്നവരാരാണെന്ന് ജനങ്ങൾ കണ്ടറിഞ്ഞതാണ്. വയനാട് ദുരന്തബാധിതരുടെ പേരിൽ കോടികൾ പിരിച്ചെടുത്തവരാണ് ജനങ്ങളോട് മാപ്പ് പറയേണ്ടതെന്ന് CPIM നേതാവ് M. സ്വരാജ് തുറന്നടിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ദുരന്തബാധിതർക്കായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചേർന്ന് 230ഓളം വീടുകൾ നിർമ്മിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. ഇതിനായി വിദേശത്ത് നിന്നടക്കം കോടിക്കണക്കിന് രൂപയാണ് അവർ പിരിച്ചെടുത്തത്. എന്നാൽ ആ പണത്തിന്റെ കണക്കോ വീടുകളുടെ നിർമ്മാണം എവിടെയെത്തി എന്ന കാര്യത്തിലോ ഇന്ന് വരെ വ്യക്തത വന്നിട്ടില്ല. വ്യക്തത വരുത്താൻ അവർ ശ്രമിച്ചിട്ടുമില്ല. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ തെനാർദിയർ എന്ന കഥാപാത്രത്തെക്കാൾ മോശമായാണ് ദുരന്തത്തിന്റെ പേരിൽ പണം പിരിച്ചവരെന്ന് സ്വരാജ് പറയുന്നുണ്ട്. മൃതശരീരങ്ങളിൽ നിന്ന് ആഭരണമോ പണമോ മോഷ്ടിക്കുന്നവരെ കള്ളന്മാർക്കിടയിൽ ശവം തൂക്ക് എന്ന് വിളിക്കുന്നത് പോലെ വയനാട് ദുരന്തത്തിന്റെ പേരിൽ പണം പിരിച്ച് അത് സ്വന്തം ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇതിനിടെ സംസ്ഥാന സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കൈമാറാൻ ഒരുങ്ങുകയാണ്. എന്നാൽ കോൺഗ്രസ് വാങ്ങിയ 3.5 ഏക്കർ സ്ഥലം മനുഷ്യവാസ യോഗ്യം പോലുമെന്ന ഗുരുതര ആരോപണവും നിലനിൽക്കുകയാണ്.